ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു യാദ് സീൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ അയക്കുന്ന ടൈപ്പിലുള്ള കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ്. ഞാനിപ്പോൾ വേറെ അയക്കുന്ന ഈ ഷെയ്ഡും വരുന്നുണ്ട്, വേറെ 3 ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്കെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജസും കമൻസും ഒക്കെ ചെയ്യാറുണ്ട്, അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് ഇങ്ങനെ കമൻസ് ആയാലും അല്ലാതെ മെസ്സേജസ് ആയാലും എന്തെങ്കിലും ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നോട്ട് ചെയ്ത് അതെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും അതിന് സജഷൻ ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കനോട് എന്നെ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് വരുന്ന വീഡിയോസിനൊക്കെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ വന്നിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാം സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. ചിലരൊക്കെ പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അവരൊന്ന് നോക്കുക, അവരുടെ ഓൾ എന്നുള്ള ബട്ടൺ ഇനേബിൾ ആണോ, ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക കേട്ടോ. ഇല്ലാതെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ നോർമലായിട്ട് വരാറുണ്ട്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും, ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അതേപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ബട്ടൺ ഇനേബിൾ ആയിട്ടുണ്ടോ, ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ടൈമിൽ അറിയാതെയൊക്കെ ചിലപ്പോൾ അത് പ്രസ്സായിട്ട് അത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് കണ്ടോ, ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ്. അതായത് നമ്മൾ പോപ്കോൺ ഫാബ്രിക് ഇല്ലേ, അതേപോലത്തെ ഒരു ഫാബ്രിക്കാണ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. എന്ന് വെച്ചിട്ട് ഭയങ്കര കട്ടിയല്ല, അങ്ങനെ നേരിലൊന്നും അടിക്കുന്ന ഒരു ഫാബ്രിക് ഒന്നും അല്ല. സൈഡ് സ്ലിറ്റാണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് വന്നിട്ട് നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ 47 ആണ് വരുന്നത് കേട്ടോ. ഇതൊരു കോട്ട് സെറ്റ് ആണ്. പാൻറ് വന്നിട്ട് നോർമലി നമ്മൾ കാണുന്നത് പോലെ തന്നെ ലെങ്ത് വന്നിട്ട് 38-39 വരുന്നുണ്ട് കേട്ടോ. കോട്ട് സെറ്റ് ആണെങ്കിൽ തന്നെയും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമുക്കൊരു ഡെയിലി വെയർ ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാനും ഈസിയാണ്, അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും ഈസിയാണ്. ഒരു കംഫർട്ടബിൾ ലുക്ക് തരുന്ന ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ നെക്കാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നോർമലി വന്നിട്ട് ജുവൽ നെക്ക് അല്ലെങ്കിൽ വന്നിട്ട് റൗണ്ട് നെക്ക് അങ്ങനെയൊക്കെയല്ലേ കൊണ്ടുവരിക. ഫിൻഹാർ നെക്ക് അങ്ങനെ പല ഇതാണ് കൊണ്ടുവരിക. അപ്പോൾ സ്ക്വയർ നെക്ക് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്ക്വയർ നെക്ക് പോലെ വന്നിട്ട് ഇതിൽ വന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ 5 ലെയർ ആയിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് വന്നിട്ട് ത്രെഡ് കൊണ്ടാണ് ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേ സെയിം വർക്ക് വന്നിട്ട് കയ്യിൽ കണ്ടോ 3/4 സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടാലോ. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക, പെട്ടെന്നൊക്കെ ഇട്ടിട്ട് പോകാൻ കൊള്ളാം, അടിപൊളിയാണ്. ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അടുത്ത സെക്കൻഡ് വേരിയന്റ് നമുക്ക് കണ്ടാലോ. ഇങ്ങനെയാണ് അതിൻ്റെ സെക്കൻഡ് വേരിയന്റ് വരുന്നത്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. നല്ല ഒരു ബ്ലൂ ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും വന്നിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ച ബ്ലാക്കിൻ്റെ പാൻറ് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നല്ല അത്യാവശ്യം ലൂസുള്ള പാൻറ്റാണ്. നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ട കുർത്തിയുടെ പെട്ടെന്ന് വെയർ ചെയ്തിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുന്നത്. നമുക്ക് തേർഡ് വേരിയന്റ് കണ്ടാലോ. തേർഡ് വേരിയന്റ് വന്നിട്ട് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാം, ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. കയ്യിൽ ആ വർക്കൊക്കെ വരുന്നുണ്ട്. ഈ ലാവൻഡർ ഷെയ്ഡിൽ ആ വൈറ്റ് വർക്കൊക്കെ വരുമ്പോഴത്തേക്കും
നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ കുർത്തി വരുന്നത്. പാൻറ് വന്നിട്ട് സെയിം തന്നെയാണ്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ തേർഡ് വേരിയൻറ്റും കൂടെ ഒന്ന് പെട്ടെന്ന് വേറിയിട്ട് വന്നാലോ? അപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയില്ലേ? നമുക്ക് അടുത്തതും കൂടെ കണ്ടിട്ട് വന്നാലോ? ഫോർത്ത് വൺ ഇങ്ങനെയാണ് വരുന്നത്. ഇതും നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ല ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡാണ്. ക്ലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. അതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലൊക്കെ ഈ വൈറ്റ് ഇതും നല്ല ഭംഗിയുണ്ട്. ഡെയിലി വെയറൊക്കെ ഇടാൻ പറ്റും, അടിപൊളിയാണ്. ഇതിന്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെയാണ്. ലെങ്ത് വന്നിട്ട് 38-39 വരുന്നുണ്ട് കേട്ടോ. 39 വരുന്നുണ്ട്. ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും ചൂടെടുക്കുന്നില്ല. നോർമലി വന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ചില ഡ്രസ്സൊക്കെ വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചൂടെടുക്കാറുണ്ട്. ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ തന്നെയും എനിക്ക് ചൂടെടുക്കാറുണ്ട്. പക്ഷെ ഇത് വെയർ ചെയ്തിട്ട് നല്ല അങ്ങനെ ചൂടൊന്നും എടുക്കുന്നില്ല. നല്ലൊരു കംഫർട്ടബിൾ ആണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഫോർത്ത് വേരിയൻറ്റ് കൊണ്ട് പെട്ടെന്ന് വേറെയിട്ട് വന്നാലോ? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുന്നത്. ഇന്ന് കണ്ട 4 കുർത്തിൻ്റെയും സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ഒരു കോട്ട് സെറ്റ് ഒന്നും ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റൂ എത്രത്തോളം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്നുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 749 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. നിങ്ങൾ എല്ലാവരും എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വന്നിട്ട് സ്റ്റാറ്റസ് ആക്കി വെച്ചതിന് ശേഷം അത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ വന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രീവിയസ് വീഡിയോ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് അനൗൺസ് ചെയ്യുന്ന ടൈമിൽ അയ്യോ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് അവർക്കൊരു വിഷമാവില്ലേ. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയണത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. ഡെയിലി നമുക്ക് പുതിയതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ റിപ്പീറ്റ് പറയുകയാണെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ ഇനി അടുത്തൊരു എലഗന്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.